നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിലൂടെ കടന്നുപോകുമ്പോഴാണ് ജീവിതം വിസ്മയമാകുന്നതെന്നും അത്തരമൊരു വിസ്മയമാണ് ഗാന്ധി ഭവനെന്നും സംവിധായകൻ ബ്ലെസ്സി. പത്തനാപുരം ഗാന്ധി ഭവനിൽ ടി പി മാധവൻ തിയേറ്റർ ഉദ്ഘാടനം ചെയ്തു. നാടകരംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് KPSC ലീലയ്ക്ക് പുരസ്കാരം. പ്രചാരണത്തിൽ ആവേശം നിറച്ച് ചവറയിലെ LDF UDF സ്ഥാനാർത്ഥികൾ. വിവിധ പ്രദേശങ്ങളിൽ ഇരുവരും പ്രവർത്തകർക്കൊപ്പം വോട്ട് തേടി. പത്തനാപുരത്തെ KB ഗണേഷ് കുമാറിന്റെ പര്യടനം തുടരുന്നു. ലോക നാടക ദിനാചരണം. കരുനാഗപ്പള്ളിയിൽ UDF സ്ഥാനാർത്ഥി CR മഹേഷിന് ഐക്യദാർഢ്യവുമായി നാടക കലാകാരന്മാർ. തഴവയിൽ ഇഫ്റ്റ ഇയാനത്ത് കൂട്ടായ്മ നാടക കലാകാരന്മാരെ ആദരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിലൂടെ കടന്നുപോകുമ്പോഴാണ് അത് വിസ്മയമാകുന്നതെന്നും അത്തരമൊരു വിസ്മയമാണ് ഗാന്ധി ഭവനെന്നും സംവിധായകൻ ബ്ലെസ്സി. അന്തരിച്ച നടൻ TP മാധവന്റെ സ്മരണയ്ക്കായി പത്തനാപുരം ഗാന്ധി ഭവനിൽ നിർമ്മിച്ച TP മാധവൻ തിയേറ്ററിന്റെയും ലോക നാടക ദിനാചരണത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നാടകരംഗത്തെ സമഗ്ര സംഭാവനകൾക്കായി ഗാന്ധി ഭവൻ ഏർപ്പെടുത്തിയ ദേശീയ നാടക പുരസ്കാരം നടി KPSC ലീലയ്ക്ക് ചടങ്ങിൽ ബ്ലെസ്സി സമ്മാനിച്ചു. ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിലൂടെ കടന്നുപോകുമ്പോഴാണ് അത് വിസ്മയമാകുന്നതെന്നും നന്മകളെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും കരുതലിനെക്കുറിച്ചും എത്രയധികം എഴുതിയാലും അതെവിടെയും എത്താത്ത തരത്തിലുള്ള ബൃഹത്തായ പ്രവർത്തനങ്ങളാണ് ഗാന്ധിഭവന്റേതെന്നും സംവിധായകൻ ബ്ലെസ്സി പറഞ്ഞു. അന്തരിച്ച നടൻ TP മാധവന്റെ സ്മരണയ്ക്കായി ഗാന്ധിഭവനിൽ നിർമ്മിച്ച TP മാധവൻ തിയേറ്ററിന്റെയും ലോക നാടക ദിനാചരണത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗാന്ധിഭവൻ നടത്തുന്ന ആതുര സേവനങ്ങളെ കുറിച്ചാണോ പറയുന്നത്, അതോ ഗാന്ധിഭവൻ ലോകമൊക്കെ മറന്നുകൊണ്ടിരിക്കുന്ന ലോക നാടക ദിനത്തിനെ ആഘോഷിക്കുവാനായി ഈ ദിവസം തിരഞ്ഞെടുത്തവരെ കുറിച്ചാണോ പറയേണ്ടത്? അങ്ങനെ വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ഇന്നത്തെ പ്രഭാതം, എനിക്ക് തോന്നുന്നു എന്നോടൊപ്പം തന്നെ എൻ്റെ സുഹൃത്ത് രാംദാസിനും അങ്ങനെ തന്നെ ആയിരിക്കാം. ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമ്മൾ അത് വിസ്മയമായി മാറുന്നത്. നമ്മളുടെ പ്രതീക്ഷകൾക്കപ്പുറമായി ജീവിതം കൊണ്ട്, സേവനം കൊണ്ട് ഈ ലോകത്തിനെ വാക്കുകൾ ചുരുങ്ങിപ്പോകുന്ന അവസ്ഥ. നന്മകളെക്കുറിച്ച്, സ്നേഹത്തിനെക്കുറിച്ച്, കരുതലിനെക്കുറിച്ച് എത്ര അധികം എഴുതിയാലും എവിടെയും എത്താത്ത തരത്തിൽ കാണിച്ചു കൊടുക്കുന്ന വലിയൊരു പ്രവർത്തനം. ഇത് ഞാൻ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടറിയുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ആദരണീയനായ ക്രിസോസ്റ്റം തിരുമേനിയോടൊപ്പം ഇവിടെ വന്ന് രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് മടങ്ങിയ ആ ദിവസം ഞാൻ ഇന്നലെ പോലെ ഓർക്കുകയാണ്. ഈശ്വര കൃപ കൊണ്ട് ഗാന്ധിഭവൻ അതിലും അന്ന് കണ്ടതിനേക്കാൾ ഉപരിയായി വലിയ ഒരു തലത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വളർച്ച ലോകമെമ്പാടും ഉള്ള മനുഷ്യരെ കൂടുതൽ നന്മയിലേക്ക്, സ്നേഹത്തിലേക്കൊക്കെ നയിക്കുവാനായിട്ടുള്ള വലിയൊരു ഒരു മാർഗനിർദ്ദേശം കൂടിയാണ് ഈ പ്രവർത്തനങ്ങളിലൂടെ നടക്കുന്നത്. അശരണരായ ആൾക്കാരെ, അത് ജീവിതത്തിൽ കൂടെ ആളില്ല എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, പലപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ള തോന്നലിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഞാനും നിങ്ങളുമൊക്കെ നമ്മൾ തനിച്ചാണ് എന്നുള്ളത് ചില ഇടങ്ങളിൽ എത്തുമ്പോൾ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. TP മാധവന്റെ സ്മരണയ്ക്കായി അദ്ദേഹം താമസിച്ചിരുന്ന മുറി ആധുനിക സജ്ജീകരണങ്ങളോടെ രൂപമാറ്റം വരുത്തി. സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചു വരുമ്പോൾ മുതലുള്ള TP മാധവനുമായുള്ള ബന്ധവും സൗഹൃദവും ഓർമ്മകളും ബ്ലെസ്സി പങ്കുവച്ചു. നാടകരംഗത്തെ സമഗ്ര സംഭാവനകൾക്കായി ഗാന്ധിഭവൻ ഏർപ്പെടുത്തിയ ദേശീയ നാടക പുരസ്കാരം നാടക ചലച്ചിത്ര നടി KPSC ലീലയ്ക്ക് ചടങ്ങിൽ ബ്ലെസ്സി സമ്മാനിച്ചു.
ഗാന്ധിഭവൻ തിയേറ്റർ ഇന്ത്യയുടെ ഗാന്ധി നാടകത്തിലെ അഭിനേതാക്കൾക്കും സാങ്കേതിക പ്രവർത്തകർക്കും ചടങ്ങിൽ ആദരവ് നൽകി. അന്തരിച്ച നടനും സംവിധായകനുമായ E.A. രാജേന്ദ്രനെ അനുസ്മരിച്ച് അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി. ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ഗാന്ധിഭവൻ സ്നേഹഗ്രാമം പഞ്ചായത്ത് പ്രസിഡന്റുമായ R. ചന്ദ്രമോഹൻ അധ്യക്ഷത വഹിച്ചു. ഗാന്ധിഭവൻ സെക്രട്ടറി മാനേജിംഗ് ട്രസ്റ്റിയുമായ പുനലൂർ സോമരാജൻ, TP മാധവന്റെ സഹോദരി മല്ലിക ഉണ്ണിത്താൻ, ഗാന്ധിഭവൻ ചെയർപേഴ്സൺ ഡോക്ടർ ഷാഹിദ കമാൽ, അസിസ്റ്റന്റ് സെക്രട്ടറി G. ഭുവനചന്ദ്രൻ, CEO ഡോക്ടർ വിൻസെന്റ് ഡാനിയൽ, മാനേജിംഗ് ഡയറക്ടർ B. ശശികുമാർ, ജനറൽ ഡയറക്ടർ സന്തോഷ് G. നാഥ, അഡ്വക്കേറ്റ് N. രാംദാസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ പുതിയ ഭരണസമിതി ചുമതലയേറ്റു. അഡ്മിനിസ്ട്രേറ്റർ പുതിയ ഭാരവാഹികൾക്ക് താക്കോലും അനുബന്ധ രേഖകളും കൈമാറി. അനുമോദന സമ്മേളനവും നടത്തി. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ ഭരണസമിതി വെള്ളിയാഴ്ച അധികാരമേറ്റു. സുപ്രീം കോടതി നിയോഗിച്ച അഡ്മിനിസ്ട്രേറ്റർ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് K. രാമകൃഷ്ണൻ താക്കോലും അനുബന്ധ രേഖകളും, സെക്രട്ടറി BS. വിനോദ്, പ്രസിഡന്റ് രാജീവ് കടകംപള്ളി, വൈസ് പ്രസിഡന്റ് RD. പത്മകുമാർ, ട്രഷറർ സാഗർ മക്കാടം എന്നിവർക്ക് കൈമാറി. റിട്ടയർഡ് ജില്ലാ ജഡ്ജ് MS. മോഹനചന്ദ്രൻ, S. രമണൻപിള്ള, കാര്യനിർവഹണ സമിതി അംഗങ്ങൾ, പ്രവർത്തക സമിതി അംഗങ്ങൾ, പൊതുഭരണസമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് പരബ്രഹ്മ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന സമ്മേളനം അഡ്മിനിസ്ട്രേറ്റർ ഉദ്ഘാടനം ചെയ്തു. ഇവരെല്ലാവരുടെയും സഹകരണത്തോടുകൂടിയും മുൻ ഭരണസമിതി അംഗങ്ങളുടെയും മറ്റ് ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും പഞ്ചായത്തിൻ്റെയും മറ്റ് ഗവൺമെൻറ് അധികാരികളുടെയും സഹകരണത്തോടുകൂടി നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ സാധിച്ചു. ഇന്ന് ആ ഒരു ഭരണസമിതി ഭരണം നടത്തിക്കൊണ്ടിരുന്ന ഒരു ചുമതല സുപ്രീം കോടതിയുടെ വിധി പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സമിതിക്ക് ഏൽപ്പിക്കേണ്ട ഒരു ദിവസമായിരുന്നു. ആ ധന്യ മുഹൂർത്തം കഴിഞ്ഞു. ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾക്ക് പുറമെ പരബ്രഹ്മ വിശ്വാസ സമിതി ജനറൽ കൺവീനർ PB. സത്യദേവൻ, വൈസ് ചെയർമാൻ S. കൃഷ്ണകുമാർ, SNDP യോഗം കരുനാഗപ്പള്ളി യൂണിയൻ പ്രസിഡന്റ് K. സത്യശീലൻ, ഓച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് N. കൃഷ്ണകുമാർ, KP. ചന്ദ്രൻ, R. സോമൻപിള്ള, കോശി അലക്സ് തുടങ്ങിയവർ പങ്കെടുത്തു. ക്ഷേത്രങ്ങളിലേക്ക് വരുന്നത്, അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇറക്കി വെക്കാനായി ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ 100% അങ്ങനെയുള്ളവരെ അറിഞ്ഞു മാത്രമേ ഞങ്ങൾ മുന്നോട്ട് പോകൂ. നന്മയുടെ പൂക്കാലം തീർക്കണമെങ്കിൽ 277 പൊതുഭരണ സമിതി അംഗങ്ങളും പരബ്രഹ്മ വിശ്വാസികളും നമ്മുടെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരും ഒന്നിച്ച് നമുക്ക് പ്രവർത്തിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. ക്ഷേത്രത്തെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട 277 ഭരണസമിതി അംഗങ്ങളും അതിനേക്കാൾ പ്രിയപ്പെട്ട അഭ്യുദയകാംക്ഷികൾക്ക് ഒരിക്കൽ കൂടി ഉറപ്പ് നൽകുകയാണ്, വളരെ കൃത്യമായി തന്നെ ഈ സമിതിയെ മുന്നോട്ട് കൊണ്ടുപോകും. ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാനുണ്ട്. അതൊന്നും ഇപ്പോൾ ഇവിടെ വെളിപ്പെടുത്താൻ കഴിയില്ല. ഞങ്ങൾ കൂട്ടായി ആലോചിച്ചിട്ടുണ്ട്. ആ ആലോചന മുഴുവൻ പ്രവർത്തക സമിതി അംഗങ്ങളെയും പൊതുഭരണ സമിതി അംഗങ്ങളുടെ അനുമതിയോടുകൂടി പബ്ലിക്കിനോട് അനൗൺസ് ചെയ്യും. നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പ് നൽകാൻ കഴിയും. ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്ററെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പ്രചാരണത്തിൽ ആവേശം നിറച്ച് ചവറയിലെ LDF UDF സ്ഥാനാർത്ഥികൾ. വിവിധ പ്രദേശങ്ങളിൽ ഇരുവരും പ്രവർത്തകർക്കൊപ്പം വോട്ട് തേടി. കഴിയുന്നത്ര ആളുകളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള ശ്രമത്തിലാണ് LDF സ്ഥാനാർത്ഥി ഡോക്ടർ സുജിത് വിജയൻ പിള്ളയും UDF സ്ഥാനാർത്ഥി ഷിബു ബേബി ജോണും. ചവറ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികൾ പ്രചരണ ചൂടിലാണ്. LDF സ്ഥാനാർത്ഥി സുജിത് വിജയൻ പിള്ള ശക്തികുളങ്ങര, നീണ്ടകര ഹാർബറുകളിലെത്തി വോട്ടർമാരെ നേരിൽ കണ്ടു. മത്സ്യത്തൊഴിലാളികൾ, ബോട്ട് തൊഴിലാളികൾ എന്നിവരോട് വോട്ട് അഭ്യർത്ഥിച്ചു. തുടർന്ന് KMML ജീവനക്കാർ, ചവറ, പന്മന പഞ്ചായത്തുകളിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ എന്നിവരെയും നേരിൽ കാണാനെത്തി. തേവലക്കര, ചവറ, തെക്കുംഭാഗം എന്നിവിടങ്ങളിലെയും സ്ഥലങ്ങൾ സന്ദർശിച്ച് LDFന്റെ ഭരണ നേട്ടങ്ങൾ പറഞ്ഞാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ചവറ, കൊട്ടുകാട് ജംഗ്ഷൻ, മാർക്കറ്റ്, കടകൾ എന്നിവിടങ്ങളിലും വോട്ട് അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ 3 ദിവസമായി ചവറയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരുടെ കൂടെയും അണികളുടെയും കൂടെ വോട്ട് അഭ്യർത്ഥിച്ച് ചവറയിൽ നിന്നുണ്ടായ ഒരു പ്രതികരണം, ചവറയിലെ നാനാവിധമായിട്ടുള്ള ജനങ്ങളുടെ പ്രതികരണം വളരെ ആശാവഹമാണ്. ഞങ്ങൾക്ക് ആത്മവിശ്വാസം തരുന്നതാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ഗവൺമെൻറ് സംസ്ഥാനത്തൊട്ടാകെയും അതുവഴി ചവറയിലും
നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ ഒരു സന്തോഷം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങൾക്ക് അനുഗ്രഹങ്ങളായും വോട്ടുകളായും മാറും എന്നുള്ള ശുഭപ്രതീക്ഷയാണുള്ളത്. ചവറയിലും അതുപോലെ കേരളത്തിലൊട്ടാകെ ഇടതുപക്ഷത്തിന് വൻ മുന്നേറ്റം, ഒരു തരംഗം തന്നെ ഉണ്ടാകും. അങ്ങനെ ഒരു മൂന്നാം ഇടതുപക്ഷ ഗവൺമെന്റിനുള്ള എല്ലാ സാധ്യതകളുമാണ് ഇപ്പോൾ കാണുന്നത്. ചവറയിലെ UDF സ്ഥാനാർത്ഥി ഷിബു ബേബി ജോണിന്റെ വിജയത്തിനായി കർഷക കോൺഗ്രസ് INTUC പ്രവർത്തകർ രംഗത്തെത്തി. കർഷക കോൺഗ്രസ് സ്ക്വാഡ് രൂപവൽക്കരിച്ച് പ്രവർത്തനം തുടങ്ങി. 10 വർഷമായി കർഷകരെ ദ്രോഹിക്കുന്ന LDF സർക്കാരിനെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് വോട്ട് ചോദിക്കുന്നത്. INTUC വിവിധ പഞ്ചായത്തുകളിൽ കുടുംബസംഗമം നടത്തി. ഷിബു ബേബി ജോൺ പന്മന, പുത്തൻചന്ത, ടൈറ്റാനിയം തുടങ്ങിയ മേഖലകളിലെ കടകമ്പോളങ്ങളിൽ വോട്ട് ചോദിച്ചു. പന്മന, കുറ്റിവട്ടം, പനേനാർകാവ് എന്നിവിടങ്ങളിലും വോട്ട് അഭ്യർത്ഥിച്ചു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നാണ് ഒരു പരസ്യ പ്രചരണം എന്നുള്ള നിലയിൽ കടകമ്പോളങ്ങൾ കയറി വോട്ടർമാരെ സമീപിക്കുന്നത്. വിസ്മയിപ്പിക്കുന്ന, ആവേശം പകരുന്ന പ്രതികരണമാണ് വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. എൻ്റെ 6ാമത്തെ തെരഞ്ഞെടുപ്പാണ്. മുൻപൊരിക്കലും ദർശിച്ചിട്ടില്ലാത്തതുപോലുള്ള ഒരു പ്രതികരണവും സ്വീകാര്യതയും വോട്ടർമാർ നൽകുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇരുമുന്നണികളും വോട്ടർമാരെ നേരിൽ കാണാനുള്ള ശ്രമത്തിലാണ്. ന്യൂസ് ബ്യൂറോ, ചവറ. പത്തനാപുരം നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാർ വിവിധ മേഖലകളിൽ പര്യടനം നടത്തി. കടയ്ക്കാമൺ, പിറവന്തൂർ, കുരിയട്ടുമല, ഉന്നതി മേഖലകളിലായിരുന്നു പര്യടനം. മലയോര ഗ്രാമങ്ങളിൽ പര്യടനം നടത്തി പത്തനാപുരം നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാർ. കടയ്ക്കാമൺ, പിറവന്തൂർ, കുരിയോട്ടുമല, ഉന്നതി മേഖലകളിലായിരുന്നു പര്യടനം. രാവിലെ കടയ്ക്കാമണ്ണിൽ നടന്ന 2ാം ദിവസത്തെ സ്വീകരണ പര്യടനത്തിൽ അഡ്വക്കേറ്റ് S വേണുഗോപാൽ, N ജഗദീശൻ, നജീബ് മുഹമ്മദ്, ബിജു കൃഷ്ണൻ, J മധു, H റിയാസ് മുഹമ്മദ്, K വാസുദേവൻ, K ബാബു, G രതീഷ്, സുനിത രാജേഷ്, M തോമസ്, സജി കോൺകുറ്റിയിൽ, VI സാംകുട്ടി, R ജയൻ എന്നിവർ പങ്കെടുത്തു. വിവിധ കേന്ദ്രങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളിലും കടകളിലും വോട്ട് തേടി. 2ാം ദിവസത്തെ സ്വീകരണ പരിപാടി അമ്പല ജംഗ്ഷനിലാണ് സമാപിച്ചത്. നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി കഴിഞ്ഞ 25 വർഷവും നിങ്ങളോടൊപ്പം അക്ഷീണം പരിശ്രമിക്കുകയും നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. നിങ്ങൾക്കറിയാം, നിങ്ങളിൽ ഒരുവനായി നിങ്ങളുടെ ഓരോ സുഖദുഃഖങ്ങളിലും പങ്കാളിയായിക്കൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം പ്രവർത്തിച്ചു. ഈ പ്രദേശത്തെ ഒരാൾക്കൊരു അസുഖം വന്നാൽ പോലും കേരളത്തിലെ ഏറ്റവും നല്ല ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും, നിങ്ങളൊരു അസുഖമായി ഹോസ്പിറ്റലിലേക്കോ മെഡിക്കൽ കോളേജിലേക്കോ മറ്റെവിടേക്ക് പോയാലും അവിടെ എൻ്റെ പുറകെയുള്ള വിളിയുണ്ട്, നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരാൻ. അങ്ങനെ അനേകരെ നമുക്ക് സുഖജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപിടി കാര്യങ്ങൾ, നാടിൻ്റെ വികസനം മാത്രമല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ പ്രശ്നങ്ങളിൽ കൂടി ഇടപെട്ടുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള എന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായി ഇവിടെ ജനവിധി തേടുന്ന എനിക്ക് നിങ്ങൾ ടെലിവിഷൻ അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം നൽകി അനുഗ്രഹിക്കണം എന്ന് സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഭൂമിക്കുള്ള പട്ടയരേഖകൾ ശരിയാക്കാനുള്ള നടപടികൾ എടുത്ത ഗവൺമെൻറ്റാണ്. സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുമുന്നണി സർക്കാർ. കൈവശരേഖയുള്ളവർക്ക് പട്ടയം നൽകുന്ന സർക്കാരിൻ്റെ നയം അത് തുടരുകയാണ്. 3ാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുന്നതോടുകൂടി 2ാം പിണറായി സർക്കാർ 5 ലക്ഷത്തിലധികം സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭൂമിയുടെ അവകാശവും നൽകിയ സർക്കാരാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. CR മഹേഷിന് ഐക്യദാർഢ്യവുമായി നാടക കലാകാരന്മാർ. കരുനാഗപ്പള്ളി ടൗൺ ക്ലബിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലോക നാടക ദിനത്തിലാണ് നാടക പ്രവർത്തകൻ കൂടിയായ UDF സ്ഥാനാർത്ഥി CR മഹേഷിന് ഐക്യദാർഢ്യവുമായി നാടക കലാകാരന്മാർ ഒത്തുചേർന്നത്. ലോക നാടക ദിനത്തിലാണ് നാടക പ്രവർത്തകൻ കൂടിയായ CR മഹേഷിന് ഐക്യദാർഢ്യവുമായി നാടക കലാകാരന്മാർ ഒത്തുചേർന്നത്. കരുനാഗപ്പള്ളി ടൗൺ ക്ലബിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. നടൻ സലീം കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാടകം വളരെ ദയനീയ അവസ്ഥയിലാണ്. നാടകത്തിന് വേദികളില്ല. നാടകം ഒരു പാവം പഞ്ചപാവമാക്കി മാറ്റിക്കളഞ്ഞു. അമ്പലത്തിനോട് ചേർന്ന് സ്റ്റേജ്, പള്ളിയോട് ചേർന്ന് സ്റ്റേജുകൾ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. അവിടെ അവർക്ക് അനുകൂലമായ നാടകങ്ങളെ അവതരിപ്പിക്കാൻ പറ്റും. കലാകാരനെ പറയേണ്ട കാര്യങ്ങൾ ഒരമ്പലത്തിലും ഒരു പള്ളിയിലും പറയിപ്പിക്കാൻ പറ്റില്ല, സമ്മതിക്കില്ല. കലാകാരൻ ജീവിച്ചു പോകണ്ടേ എന്ന് കരുതി ഒരു നാടകം കളിക്കുകയാണ്. സത്യം അത് ഇപ്പൊ കേരളത്തിനൊക്കെ അറിയാം. അത് എത്ര ബുദ്ധിമുട്ടാണ് ഒരു
നാടകം എഴുതാൻ. ഞാനിപ്പോൾ വെച്ച് 5 വർഷം നാടക ട്രൂപ്പ് നടത്തിയ ഒരാളാണ് ഞാൻ. ദുബായ് കത്ത് എന്നൊരു നാടകത്തിന് ഞാൻ പേരിട്ടു. അതെൻ്റെ ഒരു ആഗ്രഹം. ദുബായ് കത്ത്, ദുബായിലെ മലയാളികളെ വെച്ചിട്ടൊരു പടം, വിദേശ മലയാളികളെ വെച്ചിട്ട് സിനിമ ചെയ്യണം. CR മഹേഷിനെ ചടങ്ങിൽ ആദരിച്ചു. നാടക കലാകാരന്മാരുടെ പ്രശ്നങ്ങളും കലാകാരന്മാരുടെ ക്ഷേമത്തിനും അവകാശങ്ങൾക്കും വേണ്ടി നിയമസഭയിൽ ശബ്ദമുയർത്തിയതിനാണ് ആദരിച്ചതെന്ന് സംഘാടകർ അറിയിച്ചു. ചലച്ചിത്ര നടൻ രവീന്ദ്രൻ, നാടക പ്രവർത്തകരായ പ്രമോദ് വെളിയനാട്, ഹേമന്ത് കുമാർ, ആലപ്പി അഷറഫ്, പയ്യന്നൂർ മുരളി, ഉഷ ഉദയൻ, കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി, ശ്രീകുമാർ വടക്കന്തല, ഗോപകുമാർ കർണികാരം, പുന്നൂർ ശ്രീകുമാർ, നിയാസി കുട്ടി തുടങ്ങി 100ഓളം നാടക പ്രവർത്തകർ പങ്കെടുത്തു. CR മഹേഷ് നാടകദിന സന്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ ഒരു വർഗീയ സംഘർഷവും നടത്താൻ അനുവദിച്ചിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. LDF കൊല്ലം മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള ചരിത്രത്തിലില്ലാത്ത വിധം ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ശക്തി പ്രാപിച്ചു വരികയാണ്. ഇതിനെ പ്രതിരോധിച്ചില്ലെങ്കിൽ നാം നേടിയെടുത്ത അവബോധവും മതനിരപേക്ഷതയും തകർന്നു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ശക്തി പ്രാപിക്കുകയാണ്. ഇതിനെ പ്രതിരോധിച്ചില്ലെങ്കിൽ നവോത്ഥാന കാലഘട്ടം മുതൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും ശ്രമഫലമായി നേടിയെടുത്ത അവബോധവും മതനിരപേക്ഷതയും തകരുമെന്നും അങ്ങനെയായാൽ ഇന്നത്തെ കേരളം ഉണ്ടാകില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. LDF കൊല്ലം മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വിശ്വാസം ഒരു ഉപകരണമാക്കി വർഗീയതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വർഗീയ ശക്തികൾ അതിൻ്റെ ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള ഇടപെടൽ കേരള രാഷ്ട്രീയത്തിൽ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ശക്തിയായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ പ്രതിരോധിക്കാനാവുന്നില്ല എങ്കിൽ നവോത്ഥാന പ്രസ്ഥാന കാലം മുതൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയെല്ലാം പ്രവർത്തന ഫലമായി നേടിയ ഈ കേരളത്തിൻ്റെ ഈ അവബോധവും അതുപോലെ തന്നെ ശ്രദ്ധേയമായ രീതിയിലുള്ള മതനിരപേക്ഷ ഉള്ളടക്കവും ഈ ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കത്തിന് അടിസ്ഥാനമായി നിലകൊണ്ട ദാർശനികമായ നിലപാടുകൾ, കൃത്യമായ അവബോധം, അതെല്ലാം തകർന്നു പോയാൽ പിന്നെ ഇന്നത്തെ കേരളം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ ഒരവസ്ഥ. LDF തുടർച്ചയായി 2ാം തവണ അധികാരത്തിലെത്തിയതോടെയാണ് കേരളം കണ്ട ഏറ്റവും വലിയ വികസനം സാധ്യമായതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. LDF നേതാക്കളായ രാജീവ്, AM ഇക്ബാൽ, സുദേവൻ, ചിന്താ ജെറോം, K വരദരാജൻ, MH ഷാരിയർ, പ്രസന്ന ഏണസ്റ്റ്, ഇക്ബാൽ കുട്ടി, ബേസിലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ ജനങ്ങൾക്ക് ദുരിതം മാത്രം നൽകിയ സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് NK പ്രേമചന്ദ്രൻ MP. സമസ്ത മേഖലകളിലും സർക്കാർ പരാജയമായിരുന്നു. വിദ്യാഭ്യാസ ആരോഗ്യരംഗം താറുമാറാക്കി. കഷ്ടപ്പെട്ട് പഠിച്ചു പാസ്സായി മത്സര പരീക്ഷകളിൽ 1ാം റാങ്ക് നേടിയവർക്ക് പോലും ജോലി നൽകാതെ പിൻവാതിൽ നിയമനമാണ് സർക്കാർ മുഖമുദ്രയെന്നും അദ്ദേഹം പറഞ്ഞു. UDF മൈനാഗപ്പള്ളിയിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. UDF സ്ഥാനാർത്ഥി ഉല്ലാസ് കോവൂരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മൈനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റി ICS ജംഗ്ഷനിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. 10 വർഷം കേരളത്തിലെ ജനങ്ങൾക്ക് ദുരിതം മാത്രം നൽകിയ സർക്കാരാണ് ഇടതു സർക്കാരെന്ന് അദ്ദേഹം ആരോപിച്ചു. അതിനാധാരമായ രാഷ്ട്രീയ കാരണങ്ങൾ ധാരാളമാണ്. അതിലെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന CPM-ന്റെ നേതൃത്വത്തിൽ ഇടത് ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഈ 10 വർഷക്കാലത്തെ ഗവൺമെന്റ് കേരളത്തിന് സമ്മാനിച്ചത് ദുരന്തം മാത്രമാണ്. സാധാരണ ജനജീവിതം ദുസ്സഹമാക്കിയ ഒരു സർക്കാർ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. ഇപ്പൊ അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവാദങ്ങളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് വിലക്കയറ്റം ഉൾപ്പെടെയുള്ള മൗലികമായ രാഷ്ട്രീയ വിഷയങ്ങൾ വിസ്മൃതിയിലാകുകയാണ്. കഴിഞ്ഞ 12 മാസക്കാലമായി രാജ്യത്തിന്റെ സ്ഥിതി വിവര കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വില നിലവാരം ഉയർന്നു നിൽക്കുന്നത് വിലക്കയറ്റമുള്ള സംസ്ഥാനം, ഇൻഫ്ലേഷൻ അഥവാ നാണയപ്പെരുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ വിലവർധനവുള്ള ഇന്ത്യയിലെ സംസ്ഥാനം 1ാം സ്ഥാനം കേരളമാണ്. ഉല്ലാസ് കോവൂർ മുഖ്യപ്രഭാഷണം നടത്തി. K മുസ്തഫ അധ്യക്ഷത വഹിച്ചു.
MV ശശികുമാരൻ നായർ, വൈ ഷാജഹാൻ, PM സെയ്ദ്, വൈ നജീബ്, കുറ്റിയിൽ ഷാനവാസ്, കുറ്റിയിൽ ശ്യാം, S രഘുകുമാർ, തോമസ് വൈദ്യൻ, രവി മൈനാഗപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. UDF ബൂത്ത് പ്രസിഡന്റുമാരുടെയും BLA-മാരുടെയും യോഗം ഓച്ചിറയിൽ ചേർന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. CPM-ൽ കലാപമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കരുനാഗപ്പള്ളി നിയോജകമണ്ഡലത്തിലെ UDF ബൂത്ത് പ്രസിഡന്റുമാരുടെയും BLA-മാരുടെയും യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിലക്കയറ്റത്തിൽ 1ാം സ്ഥാനത്ത് കേരളമാണ്. ജനങ്ങൾ ആകെ ബുദ്ധിമുട്ടിലാണ്. ഇക്കാര്യം തുറന്നു കാണിക്കാൻ പ്രവർത്തകർ സജ്ജരാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഗ്യാരണ്ടിയെക്കുറിച്ചും UDF-നെക്കുറിച്ചും ശബരിമലയെക്കുറിച്ചും ഒക്കെ പറയണം. ശബരിമല നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യണം. നമ്മുടെ കോർണർ യോഗങ്ങളിലെല്ലാം ശബരിമലയിലെ കൊള്ള CPM നേതാക്കൾ ജയിലിൽ കിടന്നു, അവരെ പ്രൊട്ടക്ട് ചെയ്തു. അവർക്കെതിരായിട്ട് ഒരു കേസ് പോലും എടുത്തില്ല, അച്ചടക്ക നടപടി എടുത്തില്ല. പാർട്ടി അവർ ജയിലിൽ കിടക്കുകയാണ്, പാർട്ടി അച്ചടക്ക നടപടി എടുത്തില്ല. അവർ ഇപ്പോഴും അതിൽ കിടന്ന ഒരാൾ ജില്ലാ കമ്മിറ്റി മെമ്പറാണ് CPM-ന്റെ. കാരണം പേടിച്ചിട്ടാണ് എടുക്കാത്തത്. അവരെ നടപടി എടുത്താൽ അവർ മന്ത്രിമാരുടെയും മുൻ മന്ത്രിയുടെയൊക്കെ പേര് പറയുമെന്നുള്ള പേടിയാണ്. UDF നിയോജകമണ്ഡലം ചെയർമാൻ മടത്തിനേത്ത് വിജയൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി CR മകേഷ്, DCC പ്രസിഡന്റ് P രാജേന്ദ്രപ്രസാദ്, UDF ജില്ലാ ചെയർമാൻ KC രാജൻ, ബിന്ദു ജയൻ, താഷ്കന്റ് കാട്ടുശ്ശേരി, MS ചൗക്കത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയവർ ജനങ്ങളുടെ ചോദ്യത്തെ ഭയപ്പെടുകയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. BJP കൊല്ലം വെസ്റ്റ് ജില്ലാ ഓഫീസായ ദീനദയാൽ ഭവൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 70 കൊല്ലം കേരളം മാറി മാറി ഭരിച്ചവർ നാടിനെ നശിപ്പിക്കുകയാണ് ചെയ്തത്. മാറ്റം വേണമെന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയതായും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ LDF UDF സഖ്യവും NDA-യുമാണ് ഏറ്റുമുട്ടുന്നതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. BJP കൊല്ലം വെസ്റ്റ് ജില്ലാ ഓഫീസായ ദീനദയാൽ ഭവന്റെ ഉദ്ഘാടനം നിർവഹിച്ചതിനു ശേഷമുള്ള പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. BJP-യുടെ വികസിത കേരളം, സുരക്ഷിത കേരളം, വിശ്വാസ സംരക്ഷണം എന്ന ലക്ഷ്യത്തോടൊപ്പമാണ് ജനങ്ങൾ. കേരളത്തിൽ BJP സർക്കാരും കേന്ദ്രത്തിലെ മോദി സർക്കാരും ഒന്നിച്ചാൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞങ്ങൾ രാഷ്ട്രീയം ചെയ്യുന്നത് ജനങ്ങളെ സേവിക്കാനാണ്, ഇവര് രാഷ്ട്രീയം ചെയ്യുന്നത് ജനങ്ങളെ വഞ്ചിക്കാനാണ്. അതാണ് വ്യത്യാസം. ഈ ഇലക്ഷനിൽ ജനങ്ങളുടെ മുമ്പിൽ 2 മുന്നണികളാണ്, 3 അല്ല 2 എണ്ണം. എന്താണ് ഞാൻ 2 എന്ന് പറഞ്ഞത്? CPM-ഉം കോൺഗ്രസും 2 അല്ല 1 ആണ്. ഏത് കാര്യം നോക്കിയാൽ അവർ 2 അല്ല 1 ആണ്. ശബരിമല കൊള്ള 1 ആണ്. ജമാഅത്തെ ഇസ്ലാമിന്റെ ഒപ്പം രാഷ്ട്രീയം ചെയ്യുന്നത് 2 അല്ല 1 ആണ്. അഴിമതിയിൽ 2 അല്ല 1 ആണ്. കുടുംബ രാഷ്ട്രീയം 2 അല്ല 1 ആണ്. അപ്പോൾ ഇതുവരെ ജനങ്ങൾക്കൊരു ഓൾട്ടർനേറ്റ് ഉണ്ടായിരുന്നില്ല. ഈ ഇലക്ഷനിൽ ഞാൻ പറഞ്ഞ പോലെ ഇത് ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ഷനാണ്. നാടിന്റെ ദിശയും നാട്ടുകാരുടെ ദശയും തീരുമാനിക്കേണ്ട ഒരു ഇലക്ഷൻ, കുട്ടികളുടെ ഭാവി തീരുമാനിക്കേണ്ട ഇലക്ഷൻ. ആ ഇലക്ഷനിൽ ഒരു വശത്ത് LDF UDF, മറുവശത്ത് NDA BJP ആണ്. ഇതാണ് ഞങ്ങളുടെ സന്ദേശം, ഇതാണ് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത്. ഈ ഇലക്ഷനിൽ നമ്മുടെ എല്ലാ MLA-മാർക്കും അവസരം തന്നാൽ ഇതുവരെ കാണാത്ത വികസനം ഇവർ കൊണ്ടുവരും എന്ന് ഞാൻ അവരുടെ പേരിൽ വാഗ്ദാനം തരുന്നു. ഒരു MLA, അതിനൊപ്പം നരേന്ദ്രമോദിജി സർക്കാർ കൂടെ 2 പേരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നാട്ടിലും നാട്ടുകാരുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് NDA BJP. ജില്ലാ പ്രസിഡന്റ് S പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷ്, തിരുവനന്തപുരം മേഖലാ പ്രസിഡന്റും ചാത്തന്നൂരിലെ NDA സ്ഥാനാർത്ഥിയുമായ BB ഗോപകുമാർ, ഇരവിപുരം മണ്ഡലം സ്ഥാനാർത്ഥി സജി D ആനന്ദ, കരുനാഗപ്പള്ളി മണ്ഡലം സ്ഥാനാർത്ഥി VS ജിതിൻ ദേവ, ചവറ സ്ഥാനാർത്ഥി KR രാജേഷ്, കൊല്ലം സ്ഥാനാർത്ഥി ഡോക്ടർ N പ്രതാപ് കുമാർ, കുണ്ടറ സ്ഥാനാർത്ഥി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, BJP സംസ്ഥാന വക്താവ് റിട്ടയർഡ് കേണൽ S ഡിന്നി, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഇടവട്ടം വിനോദ, പ്രകാശ് പാപ്പാടിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ചിന്നക്കടയിൽ ആശ്രാമത്തേക്കുള്ള റോഡിൽ കല്യാൺ സിൽക്സിന് സമീപത്താണ് പുതിയ കെട്ടിടം. 10,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 4 നിലകളിലായി പൂർത്തിയാക്കിയ മന്ദിരത്തിൽ കേന്ദ്ര സർക്കാർ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്ക്, കോൺഫറൻസ് ഹാൾ, പാർട്ടി ജനപ്രതിനിധികൾക്ക് പരാതി കേൾക്കാനും അവരുമായി സംവദിക്കാനുമുള്ള ഇടങ്ങൾ, ജനപ്രതിനിധികൾക്ക് ഓഫീസ് മുറികൾ, ലൈബ്രറി, അടുക്കള, ഡൈനിങ് റൂം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. LDF വനിതാ കൺവെൻഷൻ നടത്തി. പുനലൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി C അജയപ്രസാദിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് അഞ്ചലിൽ വനിതാ കൺവെൻഷൻ നടത്തിയത്. പുനലൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി C അജയപ്രസാദിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് LDF വനിതാ കൺവെൻഷൻ അഞ്ചലിൽ സംഘടിപ്പിച്ചത്. മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഗീതാകുമാരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി ഗിരിജ മുരളി അധ്യക്ഷത വഹിച്ചു.
ജില്ലാ പ്രസിഡന്റ് രഞ്ജു സുരേഷ്, ലിജു ജമാൽ, ബാബു പണിക്കർ, ലൈലജ, സുജാത, നിമ്മി എബ്രഹാം, ജ്യോതി വിശ്വനാഥ, ശാന്തകുമാരി, അംബികാകുമാരി, മായാകുമാരി, കെ ജ്യോതി, PK രാജിമോൾ, കെ പ്രഭ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. യുവാക്കളെ ഇവിടെ നിലനിർത്തണമെങ്കിൽ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരണം. അതാണ് UDFന്റെ ലക്ഷ്യമെന്ന് ശശി തരൂർ MP. UDF സ്ഥാനാർത്ഥി PC വിഷ്ണുനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കുണ്ടറയിൽ ഡയലോഗ് വിത്ത് തരൂർ എന്ന പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. പിൻവാതിൽ നിയമനങ്ങൾ ഒഴിവാക്കി അർഹതയുള്ളവർക്ക് PSCയിലൂടെ മാത്രം ജോലി നൽകാനുള്ള നടപടികൾ UDF വന്നാൽ കൈക്കൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ തയ്യാറാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ കുട്ടികളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടും കേരളത്തെ നന്നാക്കാൻ വേണ്ടിയിട്ടും UDF വോട്ട് ചെയ്താൽ മതി. അതാണ് ഞങ്ങൾ. യുവാക്കളെ ഇവിടെ നിലനിർത്തണമെങ്കിൽ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരണമെന്നും അതാണ് UDFന്റെ ലക്ഷ്യമെന്നും ശശി തരൂർ MP പറഞ്ഞു. UDF സ്ഥാനാർത്ഥി PC വിഷ്ണുനാഥിന്റെ ഇലക്ഷൻ പ്രചരണാർത്ഥം കുണ്ടറയിൽ ഡയലോഗ് വിത്ത് തരൂർ എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇളമ്പള്ളൂർ ഗുരുദേവ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഞാൻ കൊല്ലത്തിലും പിന്നെ ബിന്ദു കൃഷിക്ക് വേണ്ടി ഇരിക്കുമ്പോൾ ഒരു യുവാ കൺവെൻഷൻ ഉണ്ടായിരുന്നു. ഇവിടെ വിഷ്ണുനാഥിന്റെ ഒപ്പം നിങ്ങൾ കണ്ടില്ലേ എത്ര ചെറുപ്പക്കാരായിരുന്നു ഇവിടെ ഇരിക്കുന്നത്. ചിലവര് വോട്ട് ചെയ്യാനുള്ള പ്രായമില്ല, പക്ഷെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു വോട്ട് ചെയ്യുന്ന പ്രായമുള്ളവര്. അവരെല്ലാവരും ചിന്ത അവര് ഭാവിയാണ്. 4ാം വർഷം LLB പഠിക്കുന്ന ഒരു കുട്ടി, 3ാം വർഷം പിന്നെ കോളേജ് പഠിക്കുന്ന ഒരു കുട്ടി, 5ാം വർഷം ആർക്കിടെക്ചർ. ഇവരെല്ലാവരും നാളെ ജോബ് മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ എന്താവരെ കാത്തിരിക്കുന്നത്? അവർക്ക് തൊഴിലവസരമുണ്ടോ? അവർക്ക് ജീവിക്കാൻ മാർഗമുണ്ടോ? ഈ സംസ്ഥാനം അവർക്ക് വല്ല അവസരങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഇതെല്ലാം ചോദിക്കാനുള്ള സമയം വൈകി. ഞാൻ പറയുന്നത് നമ്മളുടെ യുവാക്കളെ നമുക്ക് ഇവിടെ നിലനിർത്തുന്നുണ്ടെങ്കിൽ ഒരു പുതിയ രീതി വികസനം കൊണ്ടുവരണം. അതാണ് UDFന്റെ കടമ. ഏത് UDF സർക്കാർ വന്നാലും ഏത് നേതൃത്വം വന്നാലും പിൻവാതിൽ നിയമനങ്ങൾ ഒഴിവാക്കി അർഹതയുള്ളവർക്ക് PSCയിലൂടെ മാത്രം ജോലി നൽകാനുള്ള നടപടികൾ UDF വന്നാൽ കൈക്കൊള്ളുമെന്നും ഇന്നലെയെക്കുറിച്ചല്ല വരും നാളെയെക്കുറിച്ചും യുവതയെക്കുറിച്ചുമാണ് UDF ലക്ഷ്യം വയ്ക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ചിന്തയുമില്ല, ഒരു ഐഡിയയുമില്ല, ഒരു വിഷയത്തിൽ നേരെ മറിച്ച് UDF ഭരണം വന്നാൽ ഞങ്ങള് ഇവർ ചെയ്ത തെറ്റുകളൊക്കെ കണ്ട ശേഷം ഞങ്ങളെ പുതിയ രീതിയിൽ ഈ സർക്കാരിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ്. ഇതാണ് ഞങ്ങളുടെ സന്ദേശം. ഞാൻ എവിടെ പോയാലും ഞാൻ ഇന്നലെ കുറിച്ചല്ല സംസാരിക്കുന്നത്, നാളെ കുറിച്ചാണ്. അതാണ് എന്റെ വിശ്വാസം. നമ്മള് രാഷ്ട്രീയത്തിൽ എന്തിനാണ് വന്നിരിക്കുന്നത്? ഒരു മെച്ചപ്പെട്ട ഭാരതം ഉണ്ടാക്കാൻ, ഒരു മെച്ചപ്പെട്ട കേരളം ഉണ്ടാക്കാൻ. അതിനുവേണ്ടി ഭാവിയെക്കുറിച്ച് ചിന്തിക്കണം. നമ്മൾ ഇന്നത്തെ കാര്യങ്ങളും ഇന്നത്തെ വിഷയങ്ങളൊന്നുമല്ല വേണ്ടത്. നമുക്ക് ആവശ്യമുള്ളത് ടുമോറോ സൊല്യൂഷൻ. അതാണ് ഈ യുവാക്കളെ കാണുമ്പോൾ. വിദ്യാർത്ഥികൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംവാദത്തിൽ പങ്കെടുത്തു. സ്ഥാനാർത്ഥിയുടെ കുടുംബവും ചർച്ചയിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ജീവിതം വിസ്മയമാകുന്നതെന്നും അത്തരമൊരു വിസ്മയമാണ് ഗാന്ധി ഭവനെന്നും സംവിധായകൻ ബ്ലസ്സി. പത്തനാപുരം ഗാന്ധി ഭവനിൽ TP മാധവൻ തിയേറ്റർ ഉദ്ഘാടനം ചെയ്തു. നാടകരംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് KPC ലീലയ്ക്ക് പുരസ്കാരം. പ്രചാരണത്തിൽ ആവേശം നിറച്ച് ചവറയിലെ LDF UDF സ്ഥാനാർത്ഥികൾ. വിവിധ പ്രദേശങ്ങളിൽ ഇരുവരും പ്രവർത്തകർക്കൊപ്പം വോട്ട് തേടി. പത്തനാപുരത്ത് KB ഗണേഷ് കുമാറിന്റെ പര്യടനം തുടരുന്നു. ലോക നാടക ദിനാചരണം. കരുനാഗപ്പള്ളിയിൽ UDF സ്ഥാനാർത്ഥി CR മഹേഷിന് ഐക്യദാർഢ്യവുമായി നാടക കലാകാരന്മാർ. തഴവയിൽ ഇഫ്റ്റ ഇയാനത്ത് കൂട്ടായ്മ നാടക കലാകാരന്മാരെ ആദരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.